വിവാദ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാതെ കോൺഗ്രസ്. കണ്ണൂർ കോന്നി മണ്ഡലങ്ങളെ ഒഴിച്ചിട്ടു. കെ സുധാകരനും അടൂർ പ്രകാശും അവകാശവാദം ഉന്നയിച്ച മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളായില്ല. പെരുമ്പാവൂരും ഒഴിച്ചിട്ടു. 55 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. എതിർപ്പുകൾക്കിടയിലും ചിറയൻകീഴിൽ രമ്യ ഹരിദാസിനെ സ്ഥാനാർത്ഥിയാക്കി. പാലക്കാട് രമേശ് പിഷാരടിയാണ് സ്ഥാനാർത്ഥി. ധർമ്മടത്ത് പിണറായി വിജയനെതിരെ അബ്ദുൾ റഷീദ് മത്സരിക്കും. കൂടുതൽ വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുമ്പോൾ ആ ഒഴിച്ചിട്ട മണ്ഡലങ്ങൾ, അതാണ് ചോദ്യചിഹ്നമായി ഇപ്പോൾ നിലനിൽക്കുന്നത്. അവിടെ ആരായിരിക്കും ഇനി മത്സരിക്കാൻ വരിക എന്നുള്ള ചോദ്യം അത് ബാക്കിയാവുകയാണ്. ആ തർക്കങ്ങൾ പരിഹരിച്ചുകൊണ്ട് നാളെ തന്നെ ശേഷിക്കുന്ന മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥി പട്ടിക പൂർത്തിയാകും എന്ന വിവരമാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് പുറത്തു വരുന്നത്. അതായത് 55 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ശേഷിക്കുന്ന 37 ഇടങ്ങളിൽ നാളെ വൈകിട്ടോടുകൂടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് നേതൃത്വം. അതിൽ തന്നെ ഈ എംപിമാർക്ക് മത്സരിക്കുന്നതിന് ഇളവ് നൽകണോ എന്ന കാര്യത്തിൽ രാഹുൽ ഗാന്ധി എടുക്കുന്ന തീരുമാനമാകും നിർണായകമാകുക എന്ന വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. കാരണം സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. എംപിമാർക്ക് ഇളവ് അനുവദിച്ചാൽ അത് ഒരു തെറ്റായ കീഴ്വഴക്കമായി മാറും എന്ന നിലപാടിലാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ.